നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ശരി, ബൂണ്ടസ് ലീഗ് അവർ കൊണ്ടുപോയി കേട്ടാ ആര്? ബയൺ മ്യൂണിക്ക്. അല്ലാണ്ടാര്? 35ാം തവണയാണ് അവരിപ്പോൾ ജർമ്മൻ ചാമ്പ്യൻസായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 14 സീസൺ എടുക്കുക, 13 തവണയും ബൂണ്ടസ് ലീഗിലെ ചാമ്പ്യന്മാർ അവരാണ്. ഇതാ വിൻസെന്റ് കോമ്പനിയുടെ കീഴിൽ ഒരിക്കൽ കൂടി അവർ ആ കിരീടത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കളി ഇനിയും ബാക്കിയുണ്ട് ബൂണ്ടസ് ലീഗിൽ. പക്ഷേ ഇപ്പോഴേ അപരാജിത ലീഡിലേക്ക് അവർ പോയിന്റ് പട്ടികയിൽ പോയി കഴിഞ്ഞു. 30 കളികളിൽ നിന്ന് 79 പോയിന്റാണ് ഒന്നാമതുള്ള ബയണിനെങ്കിൽ 30 കളികളിൽ നിന്ന് 64 പോയിന്റ് രണ്ടാമതുള്ള ഡോട്ട്മുണ്ടിനുള്ളൂ. ഇന്ന് VfB സ്റ്റുട്ട്ഗർട്ടിനെ 4-2 പരാജയപ്പെടുത്തിയതോടെ ബയൺ മ്യൂണിക്ക് അവരുടെ 35ാമത്തെ ജർമ്മൻ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ബയണിന് വേണ്ടി ഗുഡിയറോയും ജാക്സണും ഡേവീസും ഹാരി കെയ്നുമാണ് ഗോളടിച്ചത്. ഈ കളിയിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ നിക്കോ ജാക്സണും ലൂയിസ് ഡയസും ഗുഡിയറോയും മുസിയാലയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയിൽ 21ാമത്തെ മിനിറ്റിൽ ഫൊഴിച്ചിലൂടെ ഗോളടിച്ചുകൊണ്ട് VfB സ്റ്റുട്ട്ഗർട്ട് ബയണിനൊന്ന് ഞെട്ടിച്ചു. പക്ഷേ പിന്നാലെ തന്നെ ഗുഡിയറോയുടെ ഗോൾ വന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ ജാക്സണും ഡേവീസും കൂടി ഗോളടിച്ചതോടെ ഇടവേള സമയത്ത് 3-1 ലീഡുമായിട്ടാണ് ബയൺ കളിക്കളം വിട്ടത്. രണ്ടാം പകുതിയിൽ 52ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ ഗോളടിക്കുന്നു. 4-1 ലീഡ്, അപരാജിത ലീഡായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ആൻഡ്രസിന്റെ ഒരു ഗോൾ 88ാമത്തെ മിനിറ്റിൽ വന്ന് VfB സ്റ്റുട്ട്ഗർട്ടിന് മറ്റൊരു ആശ്വാസ ഗോൾ കൂടി. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. 4-2 വിജയത്തോടുകൂടി ഇതാ ഈ സീസണിൽ ഇതുവരെ നടന്ന 30 കളികളിൽ നിന്ന് 25 ജയിച്ചു, 4 സമനില, ഒറ്റ തോൽവിയേ ഉള്ളൂ. ബയൺ ഇതാ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.